ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. താഴെ തന്നിരിക്കുന്നതിൽ KP കേശവമേനോൻ്റെ ആത്മകഥ. കഴിഞ്ഞ കാലം. KP കേശവമേനോൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥമാണ് ബിലാത്തി വിശേഷം. താഴെ തന്നിരിക്കുന്നവയിൽ KP കേശവമേനോൻ്റെ രചന ഏത്? നവഭാരത ശില്പികൾ, യേശുദേവൻ, നാം മുന്നോട്ട്. ഇവയെല്ലാം. KP കേശവമേനോൻ്റെ രചനകൾ. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. നവഭാരത ശില്പികൾ, യേശുദേവൻ, നാം മുന്നോട്ട്. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം. നിയമലംഘന പ്രസ്ഥാനം. താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികളുടെ കൂട്ടത്തിൽ പെടാത്തത്. സി. ശങ്കരൻ നായർ. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന വേദിയായത് പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ വെച്ച് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത്. 1930 ഏപ്രിൽ 23. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് തിരിച്ച ഉപ്പു സത്യാഗ്രഹത്തിൽ ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 32. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. പയ്യന്നൂർ. കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന മാർച്ച് പാസ്റ്റ് ഗാനം രചിച്ചത്. കേരളത്തിലെ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന മാർച്ച് പാസ്റ്റ് ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ വാഴ്ക വാഴ്ക ഭാരത സമുദായം, വാഴ്ക, വീഴുക വീഴുക ബ്രിട്ടീഷ് ഭരണം എന്ന ഗാനം പാടിയ ജാഥാംഗം ആരാണ്? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ വാഴ്ക വാഴ്ക ഭാരത സമുദായം, വാഴ്ക, വീഴുക വീഴുക ബ്രിട്ടീഷ് ഭരണം എന്ന ഗാനം പാടിയ ജാഥാംഗം ആരാണ്? പി. കൃഷ്ണപിള്ള. കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ. 1930 മെയ് 12 കോഴിക്കോട് വെച്ച് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത്. 1930 മെയ് 12 കോഴിക്കോട് വെച്ച് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കുള്ള ജാഥയെ നയിച്ചത്. T.R. കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമം സ്ഥാപിച്ച പ്രസിദ്ധ ഗാന്ധിയൻ.
ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ മതേതര സ്കൂൾ പാലക്കാട് ശബരി ആശ്രമത്തിൽ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ മതേതര സ്കൂൾ പാലക്കാട് ശബരി ആശ്രമത്തിൽ ആരംഭിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഗാന്ധിയുടെ ആകെയുള്ള 5 കേരള സന്ദർശനത്തിൽ 3 തവണയും ഗാന്ധിജി സന്ദർശിച്ച ആശ്രമം. ഗാന്ധിയുടെ ആകെയുള്ള 5 കേരള സന്ദർശനത്തിൽ 3 തവണയും ഗാന്ധിജി സന്ദർശിച്ച ആശ്രമം ശബരി ആശ്രമം. താഴെ തന്നിരിക്കുന്ന ഏത് ആശ്രമത്തിലാണ് ഗാന്ധി നട്ട തെങ്ങുള്ളത്? താഴെ തന്നിരിക്കുന്ന ഏത് ആശ്രമത്തിലാണ് ഗാന്ധി നട്ട തെങ്ങുള്ളത്? ശബരി ആശ്രമം.